മുന്നണി മാറ്റ വാർത്തകൾക്കിടെ നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ് ജോസ് കെ മാണി. കേരള കോൺഗ്രസ് എം പാർട്ടിയുടെ രാഷ്ട്രീയ നിലപാട് പലവട്ടം ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ഒഴിവാക്കാനാവാത്ത ചില സ്വകാര്യ ആവശ്യങ്ങൾ ഉള്ളതിനാലാണ് കേരളത്തിന് പുറത്ത് ഇപ്പോൾ യാത്ര ചെയ്യേണ്ടി വരുന്നത്. ഇക്കാരണത്താലാണ് തിരുവനന്തപുരത്തെ ഇടതുമുന്നണി സംഘടിപ്പിച്ച സമരപരിപാടിയിൽ പങ്കെടുക്കാതിരുന്നത്. ഈ വിവരം മുന്നണി നേതാക്കളെ മുൻകൂർ അറിയിച്ചിട്ടുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ജോസ് കെ മാണി ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. കെ സജീഷ് ഉണ്ട് വിവരങ്ങൾ നൽകാൻ. കെ സജീഷ്, മുന്നണി മാറ്റ ചർച്ചകൾ പാടെ തള്ളുകയാണോ ജോസ് കെ മാണി? എന്താണ് അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്? ശ്രുതി, അങ്ങനെ നമുക്ക് പറയാൻ കഴിയില്ല. ഏറ്റവും ശ്രദ്ധേയവും കൗതുകകരവുമായ കാര്യം, മുന്നണി മാറ്റ സാധ്യതകൾ അദ്ദേഹം തള്ളുകയോ കൊള്ളുകയോ ഇതിൽ ചെയ്യുന്നില്ല. സാധാരണ രീതിയിൽ മുന്നണി മാറില്ല എന്ന ഉറച്ച നിലപാടാണെങ്കിൽ അക്കാര്യം നിലപാടായി പ്രഖ്യാപിക്കേണ്ടതാണ്. പക്ഷേ ജോസ് കെ മാണിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ അത്തരം കാര്യം പറയില്ല എന്നതാണ് ഈ പോസ്റ്റിനെ രാഷ്ട്രീയമായി ശ്രദ്ധയാകർഷിക്കുന്നത്. കേരള കോൺഗ്രസ് എം പാർട്ടിയുടെ രാഷ്ട്രീയ നിലപാട് പലവട്ടം ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുള്ളതാണെന്ന് ഈ പോസ്റ്റിൽ ജോസ് കെ മാണി പറയുന്നു. ഒഴിവാക്കാനാവാത്ത ചില സ്വകാര്യ ആവശ്യങ്ങൾ ഉള്ളതിനാലാണ് കേരളത്തിന് പുറത്തിപ്പോൾ യാത്ര ചെയ്യേണ്ടി വരുന്നത്. ഇക്കാരണത്താലാണ് തിരുവനന്തപുരത്ത് LDF സംഘടിപ്പിച്ച സമരപരിപാടിയിൽ പങ്കെടുക്കാതിരുന്നത്. ഈ വിവരം മുന്നണി നേതാക്കളെ മുൻകൂർ അറിയിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹം ഈ പോസ്റ്റിൽ പറയുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിൽ പാർട്ടിയുടെ രാഷ്ട്രീയ നിലപാട് സംബന്ധിച്ച് ഇപ്പോൾ, അതായത് മുന്നണി മാറ്റം ഉൾപ്പെടെ കാര്യങ്ങൾ സംബന്ധിച്ച് ഇപ്പോൾ പുറമേ നടക്കുന്ന ചർച്ചകൾക്ക് പാർട്ടിയുമായി യാതൊരു ബന്ധവും ഇല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. കേരള കോൺഗ്രസ് എം ഒറ്റക്കെട്ടായി തീരുമാനമെടുത്ത് മുന്നോട്ട് പോകും എന്നും ഇതിൽ പറയുന്നുണ്ട്. വേണമെങ്കിൽ അദ്ദേഹം ഈ മുന്നണി മാറ്റം സംബന്ധിച്ച് ചർച്ചകൾ തള്ളുക എന്ന് നമുക്ക് പരോക്ഷമായിട്ട് അല്ലെങ്കിൽ തള്ളി എന്ന് പറയാം. പക്ഷേ ഇപ്പോഴത്തെ കൂലങ്കഷമായി നടക്കുന്ന ഇപ്പോഴത്തെ ചർച്ചകൾക്ക് പൂർണ്ണ വിരാമമാകണമെങ്കിൽ അർത്ഥശങ്കയ്ക്കിടയില്ലാത്തൊരു നിലപാട് ജോസ് കെ മാണി പ്രഖ്യാപിക്കണമായിരുന്നു. പക്ഷേ അത്തരമൊരു പ്രഖ്യാപനം ഈ പോസ്റ്റിൽ കാണാൻ കഴിയുന്നില്ല. മുന്നണി മാറ്റ സാധ്യതകൾ തള്ളുകയോ കൊള്ളുകയോ ചെയ്യാത്ത ഒരു പോസ്റ്റായിട്ട് ഇതിനെ കണക്കാക്കുക. അതുകൊണ്ട് തന്നെയാണ് കേരള കോൺഗ്രസിന്റെ മുന്നണി മാറ്റ സാധ്യതകൾ പ്രബലമാക്കുന്ന അഭ്യൂഹങ്ങൾ, അല്ലെങ്കിൽ അത്തരം അഭ്യൂഹങ്ങൾ കൂടുതൽ പ്രബലമാക്കാൻ മാത്രമേ ജോസ് കെ മാണിയുടെ ഈ ഫേസ്ബുക്ക് പോസ്റ്റിന് സാധിക്കുകയുള്ളൂ. ഏതായാലും നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഈ ചർച്ചകൾ മുന്നോട്ട് തന്നെയാണ് പോകുന്നത്. ശ്രുതി, ഓക്കെ, സജീഷ് തുടരുക. റഹീസ് റഷീദ് കൂടിയുണ്ട് വിവരങ്ങൾ നൽകാൻ. റഹീസ്, തള്ളാതെയും കൊള്ളാതെയും ഉള്ള ഒരു പോസ്റ്റ് എന്ന് വേണം ഇതിനെ കാണാൻ. റഹീസ്, ഇതിലിപ്പോൾ കഴിഞ്ഞ 2 LDF യോഗങ്ങളിൽ പങ്കെടുത്തില്ല, കഴിഞ്ഞ ദിവസത്തെ സമരത്തിൽ പങ്കെടുത്തില്ല. പക്ഷേ എന്താണ് ഇനിയുള്ള നീക്കം എന്നുള്ളത് കൃത്യമായിട്ട് എവിടെയും വ്യക്തമാക്കുകയും ചെയ്യുന്നില്ല. ജോസ് കെ മാണിയുടെ ഈ പോസ്റ്റിലൂടെ എന്താണ് മനസ്സിലാക്കേണ്ടത്? ശ്രുതി, ജോസ് കെ മാണിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് കൃത്യമായി തന്നെ അദ്ദേഹത്തിന്റെ ഒരു നിലപാട് വ്യക്തമാക്കാത്തതാണ് എന്ന് പറയേണ്ടി വരും. നേരത്തെ കെ സജീഷ് പറഞ്ഞതുപോലെ തന്നെയാണ് കാര്യങ്ങൾ. സാധാരണഗതിയിൽ കേരള കോൺഗ്രസ് എമ്മിന്റെ മുന്നണി മാറ്റ ചർച്ചകൾ ഉണ്ടാകുന്ന സമയത്ത് അങ്ങനെ ഒന്നില്ല എന്നത് കൃത്യമായി മാധ്യമങ്ങളോട് പറയുന്ന ഒരു നിലപാട് ജോസ് കെ മാണിയും അല്ലെങ്കിൽ സംഘടനാ ഓഫീസ് ചുമതലയുള്ള ജനറൽ സെക്രട്ടറി സ്റ്റീഫൻ ജോർജും ഒക്കെ നടത്തുന്നതാണ്. പക്ഷേ ഇപ്പോഴത്തെ ജോസ് കെ മാണിയുടെ ഫേസ്ബുക്ക് പോസ്റ്റും അവിടെയും ഇവിടെയും തൊടാതെയുള്ള അദ്ദേഹത്തിന്റെ നിലപാട് പറച്ചിലാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. രാഷ്ട്രീയ നിലപാട് പലവട്ടം വ്യക്തമാക്കിയിട്ടുള്ളതാണ് എന്നത് മാത്രമാണ് മുന്നണിയിൽ നിന്ന് മാറുന്നില്ല എന്നതിന് ഒരു സൂചനയായി പറയാൻ കഴിയുന്ന ഏകവരി മറ്റുള്ളത്. അദ്ദേഹം എവിടെയാണ് എന്ന് പോലും ഇതിൽ വ്യക്തമാക്കുന്നില്ല. നമ്മൾ രാവിലെ റിപ്പോർട്ട് ചെയ്തതാണ് ജോസ് കെ മാണി ദുബൈയിലാണുള്ളത് എന്ന കാര്യം വ്യക്തമാക്കിയതാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ പോസ്റ്റിൽ പറയുന്നത് കേരളത്തിന് പുറത്ത് ചില വ്യക്തിപരമായ യാത്രകൾ ഉള്ളത് എന്നതാണ്. നമ്മൾ ഇതിനകത്തുനിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ജോസ് കെ മാണി മുന്നണി മാറാനുള്ള തീരുമാനം എടുത്ത സമയത്ത് ജോസ് കെ മാണിക്കൊപ്പം 4 MLA-മാർ, കേരള കോൺഗ്രസിന്റെ 5 MLA-മാരിൽ 4 MLA-മാർ ഉണ്ടാകും എന്നതായിരുന്നു ജോസിനോട് അടുപ്പമുള്ള നേതാക്കളോട് സംസാരിച്ചപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അതിൽ മന്ത്രി റോഷി അഗസ്റ്റിൻ ഒഴികെയുള്ള 4 പേരും ഒപ്പം നിൽക്കും എന്നതായിരുന്നു ജോസ് കെ മാണിയുടെയും ഒപ്പമുള്ളവരുടെയും പ്രതീക്ഷ. പക്ഷേ മുന്നണി മാറ്റ ചർച്ച സജീവമായി ജോസ് കെ മാണിയും കൂട്ടരും UDF-ലേക്ക് പോകുന്നു എന്നത് യാഥാർത്ഥ്യത്തിലേക്ക് അടുക്കുന്നു എന്ന് മനസ്സിലായ സാഹചര്യത്തിൽ ചില MLA-മാർ നിലപാട് വ്യക്തമാക്കി. റോഷി അഗസ്റ്റിനൊപ്പം LDF-ൽ നിൽക്കാനാണ് താല്പര്യമെന്ന് റാന്നി MLA പ്രമോദ് നാരായണൻ വ്യക്തമാക്കിയിട്ടുള്ളതായാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒപ്പം കാഞ്ഞിരപ്പള്ളി MLA-യും ഗവൺമെന്റ് ചീഫ് വിപ്പുമായ പ്രൊഫസർ N ജയരാജും വേണമെങ്കിൽ ജോസ് കെ മാണിയെ തള്ളി റോഷി അഗസ്റ്റിനൊപ്പം LDF-ൽ നിൽക്കാം എന്ന നിലപാട് സ്വീകരിച്ചതായി മനസ്സിലാക്കുന്നു. ഈ സമയത്ത് മുന്നണിക്കകത്ത്, പാർട്ടിക്കകത്തെ തർക്കം തീർക്കാനുള്ള ഒരു സമയമായി ഈ ഫേസ്ബുക്ക് പോസ്റ്റിനെ കാണേണ്ടി വരും. കാരണം ഇങ്ങനെ വാർത്ത വന്ന സമയത്ത് തുടരും എന്ന ഫേസ്ബുക്ക് പോസ്റ്റിട്ട് വരുന്ന വാർത്തകൾ തെറ്റാണ്, അങ്ങനെ ഒരു ശരിയാണെങ്കിൽ ഞങ്ങൾ LDF-നൊപ്പം ഉണ്ടാകുമെന്ന് 2 പേർ, റോഷി അഗസ്റ്റിനും റാന്നി MLA പ്രമോദ് നാരായണനും വ്യക്തമാക്കിയതാണ്. അത് മുഖ്യമന്ത്രിക്കൊപ്പം നിൽക്കുന്ന പോസ്റ്റ് പ്രമോദ് നാരായണൻ ഇട്ടെങ്കിൽ LDF-ന്റെ ബിനോയ് വിശ്വവും MV ഗോവിന്ദനും മുഖ്യമന്ത്രിയും ഒപ്പം ശിവൻകുട്ടിയും ബാലഗോപാലും രാജീവുമൊക്കെ നിൽക്കുന്ന പോസ്റ്റായിരുന്നു റോഷി അഗസ്റ്റിൻ ഇട്ടത്.